ഭക്തി സ്ഫുരിക്കുന്ന ഭയം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ശീർഷകം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. പക്ഷെ അള്ളാഹുവിന്റെ ഒരു രീതി തർഹീബിന്റെയും തർഗീബിന്റെയും ശൈലിയാണ്. അള്ളാഹു സന്തോഷം നൽകുന്ന സുവിശേഷങ്ങൾ ബുഷറയാത്ത് അള്ളാഹു നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭയപ്പെടുത്തലുകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഹൃദയത്തിനുള്ളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം നമ്മൾ അതുകൊണ്ടാണ് എത്രയോ സാധാരണക്കാർ ഇൽമുള്ള ആലിമീങ്ങളെക്കാളും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരുണ്ടാകും. അവര് വല്ല ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നവരായിരിക്കും. ചെത്തിപ്പൊളിച്ച് വല്ല ബൈക്കോ എൻഫീൽഡൊക്കെ ഇട്ട് ചെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പോക്ക. അല്ലല്ല, അവരിലൊക്കെ അള്ളാഹുവിനെ കുറിച്ച് നല്ല സ്നേഹമുള്ള റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ കണ്ണ് നനഞ്ഞു പോകുന്ന അള്ളാഹുവിനെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരുണ്ട്. ഖൽബിന് വേണ്ടത് അതാണ്. ആ ഒരു ഭയം തർഗീബിന്റെ കൂടെ തന്നെ ഒരു തർഹീബ്. പടച്ചതമ്പുരാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അള്ളാഹുവിനെ കണ്ടുമുട്ടേണമല്ലോ. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തേണമല്ലോ എന്ന ഒരു ചിന്ത ഈ റമദാൻ വരുമ്പോൾ നമുക്കതാണ് വരുന്നത്, അല്ലേ? അള്ളാഹു നമ്മെ സംശുദ്ധരാക്കി അള്ളാഹു മാറ്റി തരട്ടെ. ഈ റമദാൻ കൊണ്ടൊരു വലിയ മാറ്റം നമുക്കുണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് റമദാൻ കഴിഞ്ഞു പോയല്ലേ, കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ആ റമദാനുകൾ നമ്മളിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവുമോ എന്ന് സംശയിക്കണം എന്നാണ്. കാര്യമായൊരു മാറ്റം. സുന്നത്ത് നിസ്കരിക്കാത്ത ആളായിരുന്നു, റമദാനോടുകൂടെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തഹജ്ജുദ് തീരെ ഇല്ലാത്ത ആളായിരുന്നു, റമദാൻ തുടങ്ങിയതിനു ശേഷം അത് നിലനിർത്തി പോരുന്നുണ്ട്. പിശുക്കന, എല്ലാ നിസ്കാരം നോമ്പ് ദിക്റൊക്കെ ചൊല്ലും, 5 പൈസ കൊടുക്കാൻ പറ്റാത്ത ആളാണ്. അയാൾ ഒരു സ്വതക്ക ചെയ്യാൻ പഠിച്ചു. ഈ റമദാനോടുകൂടെ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സിറുൽ ഖൗഫ്, അല്ലാഹുവിനെ ഭയപ്പെടുന്നതിന്റെ ഒരു അടയാളമാണത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബിമാർ, നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങൾ ഒറ്റക്കിരുന്ന് ആത്മവിമർശനം ചെയ്തിരുന്ന ആളുകൾ. നമ്മളെ വിമർശിക്കാൻ, നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാനൊക്കെ നമുക്ക് ഒരുപാട് സമയമുണ്ട്, അതിനൊക്കെ കരുത്തുമുണ്ട്, ആർജവും ഒക്കെ ഉണ്ട്. നമ്മൾ ആ കൂട്ടത്തിലല്ല, അതില്ലാതെ തന്നെ നമ്മളെ വിമർശിക്കേണ്ടവരാണ്. നമ്മളെ വിമർശിക്കാൻ, ഞാനിപ്പോ എങ്ങനെ ഉണ്ടെന്ന് അവനവനെ പറ്റി ആലോചിച്ചാൽ മതി. നമുക്കൊക്കെ ബേജാറോ നരകത്ത് പോകൂല. നമ്മളെ കാര്യം സേഫാന്നാ വിചാരം. മറ്റുള്ളവരെ കുറിച്ചുള്ള ബേജാറിന്റെ അപ്പുറം നമ്മളെ കുറിച്ചല്ലേ ബേജാറാവേണ്ടത്. അതാരാ പിന്നെ ചെയ്യാൻ? നമ്മളല്ലെങ്കിൽ ആരത് ചെയ്യും? അതുകൊണ്ടാണ് മഹത്തുക്കൾ, സജ്ജനങ്ങളായ ആളുകൾ ഒരു വേളയെങ്കിലും ജീവിതത്തിൽ ഒരു